സഖാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നേട്ടങ്ങളുടെ നീണ്ട പട്ടിക തീർത്ത് LDF ഗവൺമെൻറ് 4.5 വർഷം പിന്നിടുമ്പോൾ ഈ മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ എനിക്കേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമം നടപ്പാക്കുന്നതിലും പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിലും ഇതുപോലെ മികവ് കാണിച്ച ഭരണ നേതൃത്വം അപൂർവമാണ്. സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ സമഗ്ര വികസനമെന്ന ലക്ഷ്യത്തിനൊപ്പം നീങ്ങിയ നാളുകളാണ് കടന്നുപോയത്. കൃത്യമായ ആസൂത്രണവും ഇച്ഛാശക്തിയും ഭരണരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കി. ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും ഒളിക്കാനുണ്ടായിരുന്നില്ല, എല്ലാം സുതാര്യമായിരുന്നു. ഈ നാട് കൈവരിച്ച പുരോഗതിയും ജനക്ഷേമത്തിൻ്റെ പൂർണ്ണതയും മുഴുവൻ ജനങ്ങളും നേരിട്ടിന്ന് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഈ ഗവൺമെൻറ്റിനുണ്ട്. ഭരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ ഇടയ്ക്കിടെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നത് സാധാരണ നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ കടമയും തന്ത്രവുമാണ്. കേരളത്തിൽ ആ കടമ നിറവേറ്റുന്നത് പ്രതിപക്ഷമല്ല, ഭരണപക്ഷമാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ എത്ര എണ്ണം പൂർത്തിയായെന്ന് ഓരോ വർഷവും അക്കമിട്ട് നിരത്തി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന സർക്കാരാണിത്. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളുടെ നാട്ടിലാണ് ഇടതുപക്ഷം തീർത്തും വ്യത്യസ്തമായ ഒരു ജനകീയ ബദൽ അവതരിപ്പിക്കുന്നത്. പ്രകടന പത്രിക എന്ന വാക്ക് സാധാരണഗതിയിൽ ഒരു ഭരണാധികാരിയും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. എന്നാൽ പിണറായി സർക്കാർ സ്വയം ആ വാക്ക് ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 600-ൽ പരം വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ഓരോന്നിൻ്റെയും നിലവിലുള്ള അവസ്ഥ ഖണ്ഡിക തിരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വാഗ്ദാനങ്ങൾക്ക് പുറമെ നടപ്പാക്കിയ മറ്റു പ്രവർത്തനങ്ങളും എടുത്തു പറയുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതുകൂടി പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും നിറഞ്ഞാടിയതിൻ്റെ കെടുതികൾ അതിജീവിച്ചാണ് സർവ്വമേഖലയിലും കേരളം നേട്ടങ്ങൾ എത്തിപ്പിടിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്ത ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും ലോകത്തിന് തന്നെ മാതൃകയായി. വ്യവസായ, കായിക, യുവജനക്ഷേമ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഈ മികവ് തെളിഞ്ഞു കാണാം. ക്രിയാത്മക ഇടപെടലുകളിലൂടെ വ്യവസായ വാണിജ്യ രംഗത്താകെ ഉണർവ് സൃഷ്ടിക്കപ്പെട്ടു. നിയമങ്ങളും വ്യവസ്ഥകളും അതിലളിതമായതോടെ നിക്ഷേപ സാഹചര്യം ഏറ്റവും അനുകൂലമായി. പൊതുമേഖലാ വ്യവസായങ്ങൾ അതിശയിപ്പിക്കുന്ന കുതിപ്പ് കേരളത്തിൽ നടത്തുകയാണ്. ചെറുകിട വ്യവസായ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ രൂപവും ഭാവവുമായി പരമ്പരാഗത വ്യവസായ മേഖല നല്ല തിരിച്ചുവരവ് നടത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. നിക്ഷേപ സൗഹൃദ കേരളത്തിൽ നിക്ഷേപം നടത്തുക എന്നത് വലിയ പ്രയാസകരമാണെന്ന് ചീത്തപ്പേര് വർഷങ്ങളായി നിലനിൽക്കുന്നതായിരുന്നു. നിക്ഷേപം നടത്തിയവർ അത് ഉപേക്ഷിച്ചു പോകുന്നുവെന്നും നിലനിൽക്കുന്നവർ തന്നെ കടുത്ത പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും എപ്പോഴും പരാതി ഉയർന്നിരുന്നു. വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമല്ല കേരളം എന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അത്തരമൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നതിന് നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ എതിർക്കുന്ന ശക്തികളെല്ലാം ഒന്നിച്ചു. ഒട്ടേറെ സാഹചര്യങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത ഏറ്റവും പ്രധാന ദൗത്യം. അതിനായി നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായി പഠിച്ചു. മുൻഗണനാ പ്രകാരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചു. ഓരോ ഘട്ടത്തിലും നിക്ഷേപ സമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിക്ഷേപ സൗഹൃദ നടപടികൾ തുടർന്നു. അതിന് കൃത്യമായ ഫലമുണ്ടായി. ഇന്ന് കേരളം
ഒരു സമ്പൂർണ്ണ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നിസ്സംശയം പറയാം. ഇവിടെ നിക്ഷേപം നടത്താൻ വരുന്നവരുടെ എണ്ണവും നേരത്തെ നിക്ഷേപം നടത്തിയവരുടെ തൃപ്തികരമായ പ്രതികരണങ്ങളും ഈ സൗഹൃദ അന്തരീക്ഷത്തിന് തെളിവാണ്. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ സ്വീകരിച്ച നടപടികൾ ഒരു നല്ല തുടക്കമായിരുന്നു. വ്യവസായ നിക്ഷേപത്തിനുള്ള നടപടികൾ ലളിതമാക്കാൻ 7 നിയമങ്ങളും 10 ചട്ടങ്ങളും ഭേദഗതി ചെയ്തു. കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് കൊണ്ടുവന്നു. നിക്ഷേപത്തിനുള്ള ലൈസൻസുകളും അനുമതികളും വേഗത്തിൽ ലഭ്യമാക്കാൻ കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ക്ലിയറൻസ് KSWIFT എന്ന പേരിൽ ഒരു ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനം നടപ്പാക്കി. 14ഓളം വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നുള്ള 30ഓളം അനുമതികൾക്ക് ഒരു ഏകീകൃത അപേക്ഷാ ഫോറം KSWIFTൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ഇല്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് കൽപ്പിത അനുമതി ലഭിച്ചതായി കണക്കാക്കി സംരംഭം തുടങ്ങാം. ഇതോടെ ഓഫീസുകൾ കയറി ഇറങ്ങാതെ അനായാസം സംരംഭം തുടങ്ങാൻ നിക്ഷേപകർക്ക് അവസരമൊരുക്കി. വ്യവസായ ലൈസൻസുകളുടെ കാലാവധി 1 മുതൽ 3 വർഷം വരെയായിരുന്നു. അത് 5 വർഷമായി ദീർഘിപ്പിച്ചത് നിക്ഷേപകർക്ക് വലിയ സഹായമായി. ഇപ്പോൾ വ്യവസായ ലൈസൻസുകൾ പുതുക്കുന്നതും ഓൺലൈൻ വഴിയായതോടെ അതിനായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. മുൻകൂർ അനുമതിയില്ലാതെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭം തുടങ്ങാമെന്ന നിയമം കേരളത്തിൽ നിക്ഷേപരംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ്. ഈ നിയമപ്രകാരം ഒരു സാക്ഷ്യപത്രം മാത്രം നൽകി വ്യവസായം തുടങ്ങാം. KSWIFT വഴി തന്നെ സാക്ഷ്യപത്രം നൽകാം. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനകം മറ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മതി. നിയമം നിലവിൽ വന്ന് 6 മാസത്തിനകം മുൻകൂർ അനുമതിയില്ലാതെ 3400 സംരംഭങ്ങൾ തുടങ്ങി. കോവിഡ് പ്രതിസന്ധിക്കിടയിലാണ് ശുഭസൂചകമായ ഈ നടപടി ഉണ്ടായത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നടപടികൾ വീണ്ടും കൂടുതൽ ലളിതമാക്കി. വൻകിട നിക്ഷേപം ഉൾപ്പെടെ 10 കോടിക്ക് മുകളിൽ 100 കോടി വരെയുള്ള നിക്ഷേപത്തിന് ഒരാഴ്ചക്കകം എല്ലാ ലൈസൻസുകളും അനുമതികളും നൽകുമെന്ന നിയമ ഭേദഗതിയും കൊണ്ടുവന്നു. 1 വർഷത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചാൽ മതി. അവർക്ക് അനുമതി നൽകാനായി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായി പ്രത്യേക സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതും നിക്ഷേപരംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ്. നഗരങ്ങളിൽ 15 ഏക്കറും ഗ്രാമങ്ങളിൽ 25 ഏക്കറും ഭൂമിയുള്ളവർക്ക് സ്വന്തമായോ കൂട്ടായോ വ്യവസായ പാർക്ക് തുടങ്ങാം. സർക്കാരിന് കീഴിലെ വ്യവസായ പാർക്കുകൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ പാർക്കുകൾക്കും ലഭിക്കും. വൈദ്യുതി, വെള്ളം അടക്കമുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കാനും മറ്റുമായി നിശ്ചിത തുക സർക്കാർ മുടക്കുകയും ചെയ്യും. ലോകമെങ്ങുമുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ നിക്ഷേപ സൗഹൃദമായി കേരളത്തെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും വിപുലമായ നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2019, 2020 വർഷങ്ങളിലായി SN എന്ന പേരിൽ കൊച്ചിയിൽ 2 ആഗോള നിക്ഷേപക സംഗമങ്ങളാണ് സംഘടിപ്പിച്ചത്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ 2 പതിപ്പും വൻ വിജയമായിരുന്നു. SN 2020 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമുണ്ടായി. നിക്ഷേപകരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സംഘം ഗൾഫ് മേഖലയും ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. വിദേശ നിക്ഷേപകരിൽ നിന്ന് വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. കേരളത്തിലെ നിക്ഷേപ സാഹചര്യം നിലവാരമുള്ളതായി മാറിയ സാഹചര്യത്തിൽ പ്രവാസികളായ മലയാളി നിക്ഷേപകരും കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദമായതിന് ഏറ്റവും വലിയ തെളിവാണ് MSME സംരംഭങ്ങളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വലിയ വർധനവ്. 10 കോടി വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങൾ MSME എന്ന ഗണത്തിലാണ് വരുന്നത്. കേരളത്തിലെ ജനസാന്ദ്രതയും മറ്റ് പ്രത്യേകതകളും പരിഗണിക്കുമ്പോൾ MSMEകൾക്കാണ് കേരളത്തിൽ സാധ്യത കൂടുതൽ. സംസ്ഥാനത്ത് നിലവിൽ വ്യവസായ രംഗത്ത്
70% MSME യൂണിറ്റുകളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 58,530 MSMEകൾ പുതുതായിട്ട് തുടങ്ങി. ഇതിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപവും 2 ലക്ഷത്തോളം തൊഴിലുകളും സൃഷ്ടിക്കപ്പെട്ടു. MSMEകൾക്ക് നമ്മുടെ വ്യവസായ രംഗത്തും സാമ്പത്തിക രംഗത്തുമുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ മേഖലയുടെ ഉന്നമനത്തിന് വിപുലമായ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കാൻ MSME മേഖലക്ക് 3434 കോടി രൂപയുടെ വ്യവസായ ഭദ്രതാ പാക്കേജാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിന് പുറമെ 250 കോടി രൂപ നബാർഡ് വഴി MSME മേഖലക്ക് ലഭ്യമാകുന്നുണ്ട്. കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ആയിരങ്ങൾ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവർക്ക് ജീവിതമാർഗം കണ്ടെത്തി ജീവിതമാർഗം രൂപം കൊടുക്കുകയും അവരുടെ അറിവും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവാസികളുടെ സംരംഭക ശേഷിയും തൊഴിൽ വൈദഗ്ധ്യവും സംബന്ധിച്ച് വിവരശേഖരണത്തിന് ഓൺലൈൻ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് പ്രവാസി വിവരശേഖരണ പോർട്ടൽ എന്ന ലിങ്ക് ഏർപ്പെടുത്തിയത്. ഏത് മേഖലയിൽ സംരംഭം തുടങ്ങാനാണ് താൽപ്പര്യമെന്നും സ്വന്തം വൈദഗ്ധ്യം അനുസരിച്ച് ഏത് മേഖലയിൽ തൊഴിൽ തേടാനാണ് താൽപ്പര്യമെന്നും രേഖപ്പെടുത്താം. തങ്ങളുടെ കയ്യിൽ സംരംഭകർക്ക് നൽകാൻ ഭൂമിയുണ്ടെങ്കിൽ അതും അറിയിക്കാം. ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തി ഓരോരുത്തർക്കും സഹായം നൽകും. നല്ല പ്രതികരണമാണ് ഈ സംവിധാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 2600 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വ്യവസായ വാണിജ്യ വകുപ്പ് എന്നാണ് വകുപ്പിൻ്റെ മുഴുവൻ പേര്. എന്നാൽ വാണിജ്യ മേഖലക്ക് ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു പരിഗണനയും മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നില്ല. ഈ പോരായ്മ പരിഹരിക്കാനുള്ള നടപടികൾക്ക് നല്ല നിലയിൽ തുടക്കം കുറിക്കാൻ സാധിച്ചു. വാണിജ്യ മേഖലയുടെ പുരോഗതിക്കും സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വാണിജ്യ മിഷൻ രൂപീകരിച്ചു. കേരളത്തിൻ്റെ തനത് ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി ഉറപ്പുവരുത്തുകയും വാണിജ്യ മേഖലയിൽ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. MSMEകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മികച്ച വിപണന സൗകര്യം ലഭ്യമാക്കാൻ കേരള ഇ മാർക്കറ്റ് എന്ന വെബ് പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ഈ പോർട്ടലിലെ വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യക്കാർക്ക് സംരംഭവുമായി ബന്ധപ്പെടാം. MSMEകളുടെയും പരമ്പരാഗത വ്യവസായങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ വിപണന പ്രോത്സാഹനം ലക്ഷ്യമിട്ട് വിവിധ ജില്ലകളിലായി നിരവധി ഉൽപ്പന്ന പ്രദർശന വിൽപ്പന മേളകൾ സംഘടിപ്പിച്ചു. ശബരിമേള, ആറ്റുകാൽ മേള തുടങ്ങിയ പുതുമയുള്ള മേളകൾക്കും തുടക്കമിടാൻ കഴിഞ്ഞു. കേരള ആഗ്രോ ഫുഡ് പ്രോ മെഷീനറി എക്സ്പോ തുടങ്ങിയിട്ടുള്ള മേളകളും ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിലെ വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ എങ്ങും ഉണ്ടായിരുന്നില്ല. ഈ കുറവ് പരിഹരിക്കാൻ വിവരശേഖരണത്തിന് വ്യവസായ ജാലകം എന്ന പദ്ധതി തുടങ്ങി. ഇതുവരെ 1,37,000 സംരംഭങ്ങളുടെ വിവരം ശേഖരിച്ചു കഴിഞ്ഞു. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു വ്യവസായ ഭൂപടം തയ്യാറാക്കി. വരും വർഷങ്ങളിലെ പദ്ധതികൾ തയ്യാറാക്കാനും തൊഴിലാളികളുടെ വിവരശേഖരണം, സംരംഭങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയൽ തുടങ്ങിയ കാര്യങ്ങൾക്കും ഇതുപകരിക്കും. നിലവാരമുള്ള ഒരു സംരംഭക സംസ്കാരം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില പരിപാടികൾ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുവതലമുറയെ തൊഴിൽ തേടുന്നവർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ നൽകുന്നവർ, ദാതാക്കൾ എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭകത്വത്തെക്കുറിച്ച് അറിയാനും സംരംഭങ്ങൾ തുടങ്ങാനും പ്രോത്സാഹനം നൽകുന്നതുമാണ് ഈ പരിപാടികൾ. വ്യവസായ വകുപ്പിന് കീഴിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കീഡ് എന്ന സ്ഥാപനത്തെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റി. സംരംഭകത്വ പരിശീലനത്തിന് വിപുലമായ പദ്ധതികൾ കീട് നടപ്പാക്കുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സംരംഭകത്വ താൽപ്പര്യം വളർത്തുകയും യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പിന് കീഴിൽ ആരംഭിച്ച എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബുകൾ അഥവാ ED ക്ലബ്ബുകൾ
ഇന്ന് വളരെ സജീവമാണ്. 350ഓളം വിദ്യാലയങ്ങളിൽ ED ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് നൂതന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഓൺലൈൻ പഠന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിനുള്ള സാധ്യതയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ട ആവശ്യകതയും മുൻനിർത്തിയാണിത്. പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഓൺലൈൻ പരിശീലന ക്ലാസുകളും തുടക്കക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഉന്നത നിലവാരമുള്ള കോഴ്സുകളും പദ്ധതിയുടെ ഭാഗമാണ്. പൊതുമേഖലാ വ്യവസായങ്ങൾ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ സൂചികയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുരോഗതി. LDF ഗവൺമെൻറ് അധികാരമേറുമ്പോൾ നമ്മുടെ പൊതുമേഖലാ വ്യവസായ രംഗം വലിയ തകർച്ചയിലായിരുന്നു. കടുത്ത അവഗണനയും കെടുകാര്യസ്ഥതയും അവയുടെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കി. വ്യവസായ വകുപ്പിന് കീഴിൽ 42 പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. 2015-16 ഈ സ്ഥാപനങ്ങളുടെ നഷ്ടം 132 കോടി രൂപയായിരുന്നു. ഓട്ടോകാസ്റ്റും കേരള ഓട്ടോമൊബൈൽസും പോലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഈ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സാമൂഹ്യ നന്മയിൽ ഊന്നിയ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ ഉയർത്തുന്നതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അതിനിർണായകമായ പങ്കുണ്ട്. സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ഉൽപ്പന്ന നിർമ്മാണ മേഖലയുടെ വികസനത്തിന് പൊതുമേഖല കരുത്താർജിക്കേണ്ടത് ആവശ്യമാണ്. പൊതുമേഖലയുടെ ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സുവ്യക്തമായ നിലപാട് തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ചു. തകർച്ചയുടെ വക്കിലായിരുന്ന പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി, കൈപിടിച്ചുയർത്തി. സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളിലും മാനേജ്മെൻറ്റ് സംവിധാനത്തിലും മാർക്കറ്റിങ്ങിലുമെല്ലാം ക്രിയാത്മകങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പുതിയ കാലത്തിന് അനുസരിച്ച് ഉൽപ്പാദന പ്രക്രിയയുടെ നവീകരണവും വൈവിധ്യവൽക്കരണവും സാധ്യമാക്കിയതോടെ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ തന്നെ മാറി. ഈ സർക്കാർ അധികാരമേറിയ ആദ്യ സാമ്പത്തിക വർഷം തന്നെ വ്യവസായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം 132 കോടിയിൽ നിന്ന് 80.67 കോടിയായി കുറച്ചു. പടിപടിയായി സാമ്പത്തിക വളർച്ച രൂപപ്പെടുത്തി. 2015-16 8 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിൽ. 2016-17 കാലയളവിൽ 13 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. 2017-18 കാലയളവിലും 13 സ്ഥാപനങ്ങൾ ലാഭത്തിലായിരുന്നു. 18-19 12 സ്ഥാപനങ്ങൾ കൂടി ലാഭം കൈവരിച്ചു. 2019-20 20 സ്ഥാപനങ്ങൾ ലാഭത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടിയത്. എന്നാൽ പ്രളയവും കോവിഡും തിരിച്ചടിയായി. കോവിഡ് പ്രതിസന്ധി തുടർന്നുവെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ പൊതുമേഖല കരുത്ത് നേടിക്കഴിഞ്ഞു. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങൾ ആയി മാറിക്കഴിഞ്ഞു. KMM കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന വർഷം 2015-16 3.25 കോടി മാത്രമായിരുന്നു കമ്പനിയുടെ ലാഭം. 17-18 ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭമായ 181.11 കോടി എന്ന നേട്ടം സ്ഥാപനം കൈവരിച്ചു. 2018-19 163.29 കോടിയാണ് ലാഭം. പ്രതിസന്ധികൾക്കിടയിലും 2019-20 42.303 കോടി ലാഭം നേടി. 50 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 70 ടൺ ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. LPGക്ക് പകരം LNG ഇന്ധനമാക്കിയത് വലിയ നേട്ടമാണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 2015-16 25.36 കോടി നഷ്ടത്തിലായിരുന്നു. എന്നാൽ 2019-20 55.87 കോടിയാണ് കമ്പനിയുടെ ലാഭം. 2017-18 18-19 35 കോടി രൂപയിലധികം ലാഭം നേടിയിരുന്നു. ട്രാവൻകൂർ ടൈറ്റാനിയം UDF ഭരണത്തിൽ 2011 മുതൽ 2015 വരെ വലിയ നഷ്ടത്തിലായിരുന്നു. എന്നാൽ 2017-18 18-19 കാലയളവിൽ 18 കോടിയിലധികം ലാഭം നേടി. ഈ സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും മികവ് കാണിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുന്നിലാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. 2015-16 4.98 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. കമ്പനി 2019-20 7.13 കോടി റെക്കോർഡ് ലാഭം നേടി. 2015-16
26.77 കോടിയായിരുന്നു വിറ്റുവരവ്. 2019-20 53.76 വിറ്റുവരവ് കൂടിയായി ഉയർന്നു. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ KSTPക്ക് സാധിച്ചു. നേരത്തെ പാരസൈറ്റമോൾ മാത്രം നിർമ്മിച്ചിരുന്ന സ്ഥാപനം ഇന്ന് ആൻറ്റിബയോട്ടിക്സ്, ഇഞ്ചക്ഷൻ മരുന്നുകൾ, അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കുള്ള മരുന്നുകൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട്. ക്യാൻസറിനുള്ള മരുന്നും ഉടൻ പുറത്തിറക്കും. ഒരു കാലത്ത് ഇലക്ട്രോണിക്സ് രംഗത്ത് രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു കെലട്രോൺ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹെഡ്മാസ് ലൈറ്റും ബസ് വെയിറ്റിംഗ് ഷെൽട്ടറും ഉണ്ടാക്കുന്ന കമ്പനി എന്ന നിലയിലേക്ക് താണു. എന്നാൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണിന്ന് സ്ഥാപനം. 2015-16 1.03 കോടിയായിരുന്നു കെലട്രോണിൻ്റെ ലാഭം. 19-20 3 കോടി ലാഭം നേടാനായി. ഇലക്ട്രോണിക്സ് രംഗത്ത് പുതിയ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായതാണ് കെലട്രോണിൻ്റെ തിരിച്ചുവരവിന് കരുത്ത് നൽകിയത്. മൺവിള യൂണിറ്റിൽ ലാപ്ടോപ്പ്, സെർവർ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഫിഷറീസ് വകുപ്പിന് 2500 നാവിക് ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകി. ഹിയറിംഗ് എയ്ഡും നാവികസേനയ്ക്കായി എക്കോ സൗണ്ട് നിർമ്മിക്കുന്നു. സംസ്ഥാനത്തെ ജയിലുകളെയും കോടതികളെയും ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസ് സംവിധാനം നടപ്പാക്കിയത് കെലട്രോണാണ്. കെലട്രോണിൻ്റെ അനുബന്ധ സ്ഥാപനമായ കണ്ണൂരിലെ കെലട്രോൺ കോമ്പണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡും വികസന പാതയിലാണ്. 2015-16 52 ലക്ഷം നഷ്ടത്തിലായിരുന്ന സ്ഥാപനം 19-20 70 കോടി രൂപ വിറ്റുവരവും 2 കോടി രൂപ ലാഭവും നേടി. KPP നമ്പ്യാരുടെ പേരിൽ ഇവിടെ ഇലക്ട്രോണിക്സ് ഗവേഷണ കേന്ദ്ര നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ആദ്യമായി സൂപ്പർ കപ്പാസിറ്റർ നിർമ്മിക്കുന്ന തയ്യാറെടുക്കുകയാണ് കണ്ണൂർ യൂണിറ്റ്. അങ്കമാലിയിലെ ടെൽക്ക് 2015-16 14.79 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. തുടർന്നുള്ള 4 വർഷവും കമ്പനി ലാഭം കൈവരിച്ചു. 2019-20 8.40 കോടിയാണ് ലാഭം. തെലങ്കാനയിലെ ഗോദാവരി ഇറിഗേഷൻ പദ്ധതിക്ക് 5000 മെഗാവാട്ട് ശേഷിയുള്ള 72 പവർ ട്രാൻസ്ഫോമർ നിർമ്മിച്ചു നൽകി. ചെറുതും വലുതുമായിട്ടുള്ള ട്രാൻസ്ഫോമറുകളുടെ നിർമ്മാണം സജീവമാക്കിയിരിക്കുകയാണ്. UDF അടച്ചുപൂട്ടാൻ ഒരുങ്ങിയ സ്ഥാപനമാണ് ചേർത്തലയിലെ ഓട്ടോകാസ്റ്റ്. എന്നാൽ ഇന്ന് ട്രെയിൻ ബോഗി നിർമ്മിക്കാൻ റെയിൽവേക്ക് കീഴിലുള്ള RDSOയുടെ ക്ലാസ് A ഫൗണ്ടറി അംഗീകാരം ലഭിച്ച സ്ഥാപനമായി ഓട്ടോകാസ്റ്റ് മാറി. ഇത്തരം റെയിൽവേയുടെ പഞ്ചാബ് സോണിനുള്ള ഗൂഡ്സ് വാഗൺ ആവശ്യമായിട്ടുള്ള കാസ്റ്റം ബോഗി നിർമ്മിക്കാൻ ഓർഡർ ലഭിച്ചത് പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ UDF ഗവൺമെൻറ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച മറ്റൊരു സ്ഥാപനമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. എന്നാൽ ഇന്ന് ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്ത് വലിയ കുതിപ്പ് നടത്തുകയാണ്. കേരള നീംജി എന്ന പേരിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിർമ്മിച്ചു. ഈ വാഹനം നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം പൊതുമേഖലാ സ്ഥാപനം എന്ന പദവിയും നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഈ ബസ് നിർമ്മാണത്തിനുള്ള നടപടികൾ KAL ആരംഭിച്ചു കഴിഞ്ഞു. തിരിച്ചടികൾ അതിജീവിച്ച് മുന്നേറുന്ന മറ്റൊരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമാണ് പാലക്കാട്ടെ മലബാർ സിമൻസ്. UDF കാലത്ത് സ്വകാര്യ സിമൻറ്റ് കമ്പനികൾക്ക് വേണ്ടി മലബാർ സിമൻസിനെ ഇല്ലാതാക്കുകയായിരുന്നു. എന്നാൽ മികച്ച മാനേജ്മെൻറ്റ് നിലവിൽ വന്നതോടെ മലബാർ സിമൻറ്റ് ലാഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറെ സന്തോഷകരമാണിത്. അതുപോലെ തന്നെ കോട്ടയത്തെ ട്രാവൻകൂർ സിമൻസ് വൈവിധ്യവൽക്കരണത്തിലൂടെ തിരിച്ചുവരവിലാണ്. പുതിയ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. ട്രാക്കോ കേബിൾ കമ്പനി 2018-19 ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവായ 163.30 കോടി സ്വന്തമാക്കി. 8.80 കോടി രൂപ പ്രവർത്തന ലാഭവും നേടി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും 185 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട്. കുണ്ടറയിലെ കേരള സെറാമിക്സ് ലിമിറ്റഡ് വലിയ തിരിച്ചടികൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. 2015-16 2.69 കോടി നഷ്ടമായി അടച്ചുപൂട്ടലിലായിരുന്നു ആ സ്ഥാപനം. 2019-20 1/2 കോടിയോളം പ്രവർത്തന ലാഭം നേടി. ഉൽപ്പാദനം 4 ഇരട്ടിയായി. റീഫൈനിങ് പ്ലാന്റ് നവീകരിച്ചു. ഖനനത്തിനാവശ്യമായ 3.34 ഏക്കർ ഭൂമി വാങ്ങി. ഉൽപ്പാദന പ്രക്രിയക്കുള്ള ഇന്ധനം LPG ആക്കി മാറ്റി. 10 മാസം കൊണ്ട് ഈ വകയിൽ 2.85 കോടി രൂപ ലാഭം കൈവരിച്ചു. ഇന്ധനം LNGയിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ കേരള ക്ലേ ആൻഡ് സെറാമിക്സ്
ഖനനം തടസ്സപ്പെട്ടതിൻ്റെ ഫലമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ വൈവിധ്യവൽക്കരണത്തിലൂടെ തിരിച്ചു വരികയാണ് ഈ സ്ഥാപനം. ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി നൽകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് IT പാർക്ക് സ്ഥാപിച്ചു. സിമൻറ്റ്, ഇഷ്ടിക നിർമ്മാണം തുടങ്ങിയ രംഗങ്ങളിലും പാപ്പിനിശ്ശേരിയിൽ പെട്രോൾ പമ്പും ആരംഭിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പ് നൽകി. 2015-16 4.34 കോടി രൂപ നഷ്ടത്തിലായിരുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് അടുത്ത 4 വർഷവും ലാഭം രേഖപ്പെടുത്തി. 2015-16 51.74 കോടിയായിരുന്നു വിറ്റുവരവ്. 2018-19 80.12 കോടിയും 19-20 86.95 കോടിയും വിറ്റുവരവ് ഉയർന്നു. KSIക്ക് കേരളത്തിലുള്ള കേരള സോപ്സ് ഗൾഫ് മേഖലകളിലേക്ക് സോപ്പ് കയറ്റി അയക്കുന്നുണ്ട്. ലിക്വിഡ് ഹാൻഡ് വാഷ്, സോപ്പ്, ഹോട്ടൽ സോപ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നു. സിഡ്കോ, സിൽക്ക്, മീറ്റർ കമ്പനി, SIFL, കെല്ല്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കൽ, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലും സ്വകാര്യവൽക്കരിക്കുന്ന നയം കേന്ദ്ര സർക്കാർ പിന്തുടരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു ബദൽ ഉയർത്തുകയാണ് ഇവിടെ. കേരളത്തിലെ LDF ഗവൺമെൻറ് കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ്, BHEL, EML, കാസർഗോഡ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ സംസ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതികളിലെ കാലതാമസമാണ് ഏറ്റെടുക്കൽ വൈകിപ്പിക്കുന്നത്. ISROക്ക് കരുത്തായി പൊതുമേഖല ചന്ദ്രയാൻ 2ൻ്റെ ദൗത്യത്തിന് ISROക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഉപകരണങ്ങളും നിർമ്മിച്ചു നൽകിയത് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഫോർജിംഗ് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെലട്രോൺ, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, സിഡ്കോ എന്നിവരാണ് വിവിധ ഉപകരണങ്ങളും മറ്റ് ഘടകങ്ങളും നിർമ്മിച്ചു നൽകിയത്. ഈ സ്ഥാപനങ്ങൾക്ക് ISROയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. സ്പിന്നിംഗ് മില്ലുകൾ LDF ഗവൺമെൻറ് കീഴിൽ അതിശക്തമായി തിരിച്ചുവരവ് നടത്തുകയാണ്. സ്പിന്നിംഗ് മില്ലുകൾ തകർന്നടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു UDF ഭരണകാലത്ത്. സ്പിന്നിംഗ് മേഖലയെ UDF ആകെ തകർത്ത് പ്രവർത്തനം നിശ്ചലമാക്കുകയാണ് ചെയ്തത്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെ പോലുള്ള സ്ഥാപനങ്ങൾ പോലും നിശ്ചലമായി. കോമളപുരം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ, ഉദുമ ടെക്സ്റ്റൈൽസ്, പിണറായി ഹൈടെക് വീവിംഗ് മിൽ എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. സ്പിന്നിംഗ് മില്ലുകൾ നൂൽ വിദേശത്തെ കയറ്റി അയക്കാൻ തുടങ്ങി. വലിയ നേട്ടമാണിത്. മലബാർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ്, മാൾടെക്സ്, കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ എന്നിവരാണ് നൂൽ കയറ്റുമതി ആരംഭിച്ചിട്ടുള്ളത്. തായ്ലൻഡ്, ചൈന, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കാണ് നൂൽ അയക്കുന്നത്. എന്നാൽ കോവിഡ് കാലം ഇതിന് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, ആലപ്പുഴ സ്പിന്നിംഗ് മില്ലുകൾ NCDC സഹകരണത്തോടെ നവീകരിച്ചു. തൃശ്ശൂർ, കൊല്ലം മില്ലുകളിൽ ആധുനികവൽക്കരണം പുരോഗമിക്കുകയാണ്. കൈത്തറി മേഖലയ്ക്ക് ജീവൻ തിരിച്ചു നൽകിയ സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതികൾക്ക് നൂൽ നൽകുന്നത് നമ്മുടെ സ്പിന്നിംഗ് മില്ലുകളാണ്. സ്പിന്നിംഗ് മില്ലുകൾക്ക് നൂല് വാങ്ങുന്നതിൽ വലിയ ക്രമക്കേട് നടന്നിരുന്നു. ഇതൊഴിവാക്കാൻ നൂൽ വാങ്ങി സ്പിന്നിംഗ് മില്ലുകൾക്ക് വിതരണം ചെയ്യുന്നതിന് കോട്ടൺ കോർപ്പറേഷൻ കണ്ണൂർ നാടുകാണിയിൽ ടെക്സ്റ്റൈൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മുടെ പരമ്പരാഗത മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് നിറം മുക്കുന്നതിന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതിനൊരു മാറ്റം വരുത്തി ടെക്സ്റ്റൈൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നാടുകാണിയിൽ സ്ഥാപിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത വ്യവസായ കൈത്തറി മേഖല സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ നാടിൻ്റെ തനിമ പ്രതിഫലിപ്പിക്കുന്ന ഉൽപ്പാദന രീതികളും ഉൽപ്പന്നങ്ങളുമാണ്. ഈ മേഖലയുടെ പ്രത്യേകതയാണത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം ഈ തനിമ നിലനിർത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ആഗോളവൽക്കരണ നയങ്ങളുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പരമ്പരാഗത മേഖലയാണ്. ഒപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്
നേരിട്ട കടുത്ത അവഗണന പരമ്പരാഗത മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കൈത്തറി, ഖാദി, കരകൗശലം ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ വീണ്ടെടുക്കുക എന്നത് LDF ഗവൺമെൻറ് ഒരു പ്രധാന ദൗത്യമായി ഏറ്റെടുത്തു. പൊതുമേഖലാ വ്യവസായങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചതുപോലെ തന്നെ നവീകരണവും വൈവിധ്യവൽക്കരണവും പരമ്പരാഗത മേഖലയിലും നടപ്പിലാക്കി. ഈ നീക്കം പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ഒപ്പം കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടാനും വഴിയൊരുക്കി. കൈത്തറി മേഖലയെ സംരക്ഷിക്കാൻ സൗജന്യ കൈത്തറി യൂണിഫോം കുട്ടികൾക്ക് നൽകുന്ന പദ്ധതി അംഗീകരിച്ചു. യുവ വീവിംഗ് പദ്ധതി, വീട്ടിലൊരു തറി പദ്ധതി, കൈത്തറി സ്വയം തൊഴിൽ സഹായ പദ്ധതി എന്നിവ നടപ്പിലാക്കി. സൗജന്യ യൂണിഫോം പദ്ധതി വഴി 4 വർഷത്തിനിടെ 15.2 ലക്ഷം വിദ്യാർത്ഥികൾക്കായിട്ട് 126 ലക്ഷം മീറ്റർ തുണി ഉൽപ്പാദിപ്പിച്ചു. പദ്ധതി പ്രകാരം 154 കോടി രൂപ കൂലിയായിട്ട് തൊഴിലാളികൾക്ക് അനുവദിച്ചു. 5600ഓളം പേർക്ക് നേരിട്ടും അതിലധികം അനുബന്ധ മേഖലയിലും ജോലി ലഭ്യമായി. മാസം ശരാശരി 2500 രൂപ ലഭിച്ച തൊഴിലാളിക്ക് 15,000 രൂപ വരെ ലഭിക്കാനുള്ള സാഹചര്യമൊരുക്കി. സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതി മാതൃകയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. കേരളത്തെ സംബന്ധിച്ച് ഇത് ഏറ്റവും അഭിമാനകരമാണ്. പുതിയ തലമുറയെ കൈത്തറി മേഖലയിലേക്ക് ആകർഷിക്കാൻ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. യുവവീവ് പദ്ധതിയിലൂടെ യുവാക്കളെ കൈത്തറി നെയ്ത്ത് അഭ്യസിപ്പിച്ചു, പരിശീലനം കൊടുത്തു. അവർക്ക് സൗജന്യമായി തറികൾ നൽകി. സെൻട്രൽ ജയിലുകളിൽ തടവുകാർക്ക് നെയ്ത്ത് പരിശീലനം നൽകി, തറികളും നൽകി. ഒരു വീട്ടിൽ ഒരു തറി പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികൾക്ക് സൗജന്യമായി തറികൾ നൽകി. കണ്ണൂരിലെ 4 പഞ്ചായത്തുകളിൽ 800ഓളം തൊഴിൽ രഹിതരായിട്ടുള്ള വനിതകൾക്ക് സൗജന്യമായി പരിശീലനവും തറികളും നൽകി. കൈത്തറി സുരക്ഷിത പദ്ധതി പ്രകാരം വിദഗ്ധ തൊഴിലാളികളെ ഉപയോഗിച്ച് നവീന ഡിസൈനിൽ വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. ഇത്തരം വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയതോടെ വിപണിയിൽ മത്സരിക്കാൻ കൈത്തറി മേഖല പ്രാപ്തി നേടി. ഓൺലൈൻ വിൽപ്പന പോലുള്ള ആധുനിക സാങ്കേതികങ്ങളും കൈത്തറി മേഖലയിൽ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന എറണാകുളത്തെ ചേന്നമംഗലം കൈത്തറി മേഖലയെ പുനർജീവിപ്പിച്ചു. പ്രളയകാലത്ത് തകർന്നു പോയിരുന്ന ഒട്ടനവധി കൈത്തറി തൊഴിലാളികൾക്ക് ജീവിതം തിരിച്ചു കൊടുത്തു. ഖാദി ഗ്രാമ വ്യവസായ മേഖല കൈത്തറിക്കൊപ്പം തന്നെ ഖാദി മേഖലയുടെ ഉന്നമനവും സാധ്യമാക്കാൻ LDF ഗവൺമെൻറ്റിന് സാധിച്ചു. ഈ ഗവൺമെൻറ് വന്ന ശേഷം 26 ഖാദി ഉൽപ്പാദന കേന്ദ്രങ്ങളും 4 നൂൽനൂൽപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളും 3 റെഡിമെയ്ഡ് പാവ് ഉൽപ്പാദന യൂണിറ്റുകളും 7 ഖാദി വിൽപ്പന കേന്ദ്രങ്ങളും ആരംഭിച്ചു. ഖാദി മേഖലയിൽ 3384 തൊഴിലവസരം പുതുതായിട്ട് ലഭ്യമാക്കി. ഖാദി തൊഴിലാളികളുടെ 900 രൂപ ഉത്സവ ഭത്ത 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിലവിലുള്ള മിനിമം കൂലി പരിഷ്കരിപ്പിച്ചു. 13,600 തൊഴിലാളികൾക്ക് വേതന കുടിശ്ശിക നൽകി. എല്ലാ ഖാദി തൊഴിലാളികളെയും ESI പരിധിയിൽ കൊണ്ടുവന്നു. ഖാദി മേഖലയിൽ 5000 പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഖാദി ഗ്രാമം പദ്ധതി നടപ്പിലാക്കി. ഇങ്ങനെ അനുദിനം ഓരോ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. വൈവിധ്യവൽക്കരണത്തിലൂടെ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് വ്യവസായ മേഖല. വ്യവസായ സ്ഥാപനമായ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ വർഷം 35 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിച്ച സ്ഥാപനമാണ്. 1.19 കോടി ലാഭം നേടി. 2015-16 42 ലക്ഷം മാത്രമായിരുന്നു ലാഭം. പരമ്പരാഗത ആർട്ടിസാൻമാരുടെ വിവരശേഖരണത്തിനും വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്താനും ലേബർ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് പുതുതായി ആരംഭിച്ചു. കരകൗശല വികസന കോർപ്പറേഷൻ വൈവിധ്യവൽക്കരണത്തിലൂടെ വിപണികൾ സാന്നിധ്യമുറപ്പിക്കുകയാണ്. കോർപ്പറേഷൻ കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിപണനവും തുടങ്ങിയിട്ടുണ്ട്. ഷോറൂമുകൾക്ക് നവീകരിക്കാനും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഹെഡ് ഓഫീസ് പരിസരത്ത് 4000 ചതുരശ്രടിയിൽ അതിമനോഹരമായ ഒരു വിൽപ്പനശാല ഒരുക്കിയിട്ടുണ്ട്. വിവിധ ക്രാഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന 10,000 ആർട്ടിസാൻമാർക്ക് 10,000 രൂപ വിലയുള്ള ടൂൾ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. തൊഴിൽ രംഗത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചു. തുടക്കം മുതൽ തന്നെ ലാഭത്തിൽ പ്രവർത്തിച്ച കെൽപ്പാം UDF ഭരണകാലത്ത് അടച്ചുപൂട്ടി. എന്നാൽ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ നടപ്പാക്കിയ നവീകരണം നഷ്ടം വലിയ തോതിൽ കുറച്ച് തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു പെറ്റ് ബോട്ടിൽ യൂണിറ്റ് ആരംഭിച്ചു.
അതുവഴി 6 തരം പാം കോളകൾ വിപണിയിലിറക്കി. പാലക്കാട് കല്ലേപ്പള്ളിയിൽ കെൽപാമിൻ്റെ മോഡേൺ റൈസ് മിൽ പൂർത്തിയാവുകയാണ്. ബാംബു കോർപ്പറേഷൻ വലിയ മാറ്റങ്ങൾക്കാണ് തയ്യാറെടുത്തിരിക്കുന്നത്. മുള ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ മാർക്കറ്റിംഗും തുടങ്ങി. ബഹറിലേക്കുള്ള മുള കയറ്റുമതി വർദ്ധിപ്പിച്ചു. ന്യായവിലക്ക് മികച്ച ബാംബു ടൈൽ വിപണിയിലിറക്കി. ഈറ്റവെട്ട് പനമ്പ് നെയ്ത്ത് തൊഴിലാളികൾക്ക് 2017 മുതൽ 20% കൂലി വർദ്ധിപ്പിച്ചത് അവർക്ക് വലിയ സഹായമായി. സംസ്ഥാനത്താകെ 1500 ഏക്കറിൽ മുളവെച്ച് പിടിപ്പിച്ചു. ആദ്യപടിയായി കണ്ണൂർ ആറളത്ത് 300 ഏക്കർ വനഭൂമിയിൽ മുളവെച്ച് പിടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തങ്ങളുടെ കൈവശമുള്ള തരിശുഭൂമിയിൽ വ്യാപകമായി കൃഷി തുടങ്ങി. വിവിധ സ്ഥാപനങ്ങൾ ചേർന്ന് 150ഓളം ഏക്കറിലാണ് കൃഷി തുടങ്ങിയത്. ഇതൊരു വലിയ മാറ്റമാണ്. പുതിയ പദ്ധതികൾ വ്യവസായവൽക്കരണത്തിലൂടെ നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ സ്ഥാപനങ്ങളും മറ്റും ഉന്നമനം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നടപ്പാക്കാനും വ്യവസായ വകുപ്പ് കാര്യമായ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. കാലാനുസൃതവും കേരളത്തിന് അനുയോജ്യവുമായ നിരവധി പദ്ധതികൾ പുരോഗമിക്കുകയാണ്. കോവിഡ് സൃഷ്ടിച്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടലുകളും നടക്കുന്നുണ്ട്. വ്യവസായ പാർക്കുകൾ, വ്യവസായ സംരംഭങ്ങൾക്ക് ഭൂമിയും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി. 14 വ്യവസായ പാർക്കുകളാണ് സംസ്ഥാനത്താകെ തയ്യാറാകുന്നത്. ഫുഡ് പ്രോസസ്സിംഗ്, ലൈഫ് സയൻസ്, ലൈറ്റ് എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് പ്രധാനമായും പാർക്കുകൾ. കോവിഡ് കാലവും കോവിഡാനന്തര കാലവും കണക്കിലെടുത്ത് കേരളം ആവിഷ്കരിച്ച വികസനത്തിന് അനുയോജ്യമായ പദ്ധതികൾക്കാണ് വ്യവസായ വകുപ്പ് അടിയന്തര പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കാർഷിക വിളകളുടെ മൂല്യവർധന വിപുലമാക്കാൻ ലക്ഷ്യമിട്ട് പാലക്കാട് കിംഫ്ര സ്ഥാപിച്ച മെഗാ ഫുഡ് പാർക്ക് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയിൽ മെഗാ മറൈൻ ഫുഡ് പാർക്കും, പാലക്കാട് ആലപ്പുഴയിലും റൈസ് പാർക്കുകളും, ഇടുക്കിയിൽ സ്പൈസസ് പാർക്കും, വയനാട് കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കും വൈകാതെ പൂർത്തിയാകും. മൂല്യവർദ്ധിത വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് ഇത് വഴിയൊരുക്കും. കോവിഡിനെ തുടർന്ന് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾക്ക് നല്ല സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഇത് കണക്കിലെടുത്ത് തിരുവനന്തപുരം തോന്നക്കലിലെ ലൈഫ് സയൻസ് പാർക്കിൽ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പാലക്കാട് ലൈറ്റ് എഞ്ചിനീയറിംഗ് പാർക്ക്, എറണാകുളം ഇലക്ട്രോണിക്സ് പാർക്ക്, ഹാർഡ്വെയർ പാർക്ക്, തിരുവനന്തപുരം ഗോവൽ ആയുർവേദ വില്ലേജ്, പാലക്കാട് ഡിഫൻസ് പാർക്ക്, മട്ടന്നൂർ ഇൻഡസ്ട്രിയൽ പാർക്ക്, എറണാകുളം പെട്രോ കെമിക്കൽസ് പാർക്ക്, ധർമ്മടം ജൈവ വൈവിധ്യ പാർക്ക് എന്നിവയും വൈകാതെ യാഥാർത്ഥ്യമാകുന്നു. ഇതെല്ലാം പ്രധാനപ്പെട്ട പദ്ധതികളാണ്. മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് കേരള റബ്ബർ ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ മലപ്പട്ടത്ത് ഫാക്ടറിയിൽ ആദ്യഘട്ടത്തിൽ റബ്ബർ കയ്യുറയും ബലൂണുമാണ് നിർമ്മിക്കുക. സർജിക്കൽ ഗ്ലൗസ് നിർമ്മിക്കാനും ഈ സ്ഥാപനത്തിൻ്റെ പദ്ധതിയുണ്ട്. വ്യവസായത്തിൻ്റെ കാര്യത്തിൽ പിന്നിലായിരുന്ന ഉത്തര മലബാർ മേഖലയെയും മലയോര ജില്ലകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസായ വികസനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഈ 2 മേഖലയിലും വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിക്ക് സമഗ്രമാകാൻ സഹായിക്കും. കോയമ്പത്തൂർ, കൊച്ചി വ്യവസായ ഇടനാഴി ഈ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ചെന്നൈ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് ദീർഘിപ്പിച്ചു. ഇടനാഴിയുടെ ഭാഗമായി ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ 1878 ഏക്കർ സ്ഥലവും പാലക്കാടും 500 ഏക്കർ എറണാകുളത്തും ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇതുവഴി പ്രത്യക്ഷവും പരോക്ഷവുമായി 1 ലക്ഷം തൊഴിലും 10,000 കോടി രൂപയുടെ നിക്ഷേപവും സൃഷ്ടിക്കപ്പെടും. വ്യവസായ ഇടനാഴിയിലെ ആദ്യ വ്യവസായ വാണിജ്യ കേന്ദ്രമായ ഗിഫ്റ്റ് സിറ്റി കേരളത്തിൻ്റെ ഒരു സമ്മാന പദ്ധതിയാണ്. അത് ആലുവയിൽ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചു കഴിഞ്ഞു. കായിക രംഗത്ത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ 1-കിട സംസ്ഥാനം എന്ന പദവിയിലേക്ക് ഉയരുകയാണ് കേരളം. ലോക നിലവാരമുള്ള കളിക്കളങ്ങൾ നാടെങ്ങും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനത്തിനും ഒപ്പം പ്രതിഭയുള്ള കുട്ടികൾക്ക് കളിച്ചു വളരാനും പൊതുജനങ്ങൾക്ക് കായിക വിനോദത്തിൽ ഏർപ്പെടാനും വിപുലമായ അവസരങ്ങളാണ് ഈ കളിക്കളങ്ങൾ നൽകുന്നത്. കേരളത്തിൻ്റെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമായി ഉന്നയിക്കപ്പെട്ടിരുന്നത് നിലവാരമുള്ള കളിക്കളങ്ങളുടെ അഭാവമായിരുന്നു. കളിക്കളങ്ങൾ ഇല്ലാതാകുന്നതും നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതും വലിയ വിമർശനമായിരുന്നു. കളിക്കളങ്ങൾ ഇല്ലാതായതോടെ
നമ്മുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കായിക സംസ്കാരം അന്യമായി പോകുന്നതായും പരാതി ഉയർന്നു. കായിക രംഗത്ത് നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിപുലവും വിശദവുമായ പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഈ ഗവൺമെൻറ് ആദ്യം ചെയ്തത്. ഈ പദ്ധതികളിൽ കളികൾക്കും കളിക്കാർക്കുമായിരുന്നു പ്രഥമ പരിഗണന. കായിക അടിസ്ഥാന സൗകര്യ വികസനം, ചെറിയ പ്രായം മുതൽ വിദഗ്ധ പരിശീലനം, കായിക താരങ്ങളുടെ ക്ഷേമം എന്നീ 3 വിഷയങ്ങൾക്കും ഒരുപോലെ ഊന്നൽ നൽകിയുള്ള വികസന പരിപാടികളാണ് LDF ഗവൺമെൻറ് നടപ്പാക്കിയത്. കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പ് നടത്തുകയാണ് കേരളം. മുൻകാലങ്ങളിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത മാറ്റങ്ങളാണ് ഈ രംഗത്ത് യാഥാർത്ഥ്യമാകുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 14 ജില്ലാ സ്റ്റേഡിയങ്ങൾ, 43 പഞ്ചായത്ത് മുനിസിപ്പൽ സ്റ്റേഡിയങ്ങൾ, 1000 കോടി രൂപയാണ് അതിനു വേണ്ടി അനുവദിച്ചത്. കിഫ്ബി അംഗീകരിച്ച 43 കായിക സമുച്ചയങ്ങളിൽ 26 എണ്ണത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് 43 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, 27 സിന്തറ്റിക് ട്രാക്കുകൾ, 33 സ്വിമ്മിംഗ് പൂളുകൾ, 33 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാകും. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയും വിധത്തിൽ ഉന്നത നിലവാരമുള്ള കളിക്കളങ്ങളാണ് കേരളത്തിൽ ഒരുക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും കായിക വകുപ്പിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിക്കുന്ന 26 സ്റ്റേഡിയങ്ങൾ ഈ വർഷം പൂർത്തിയാകും. അതിൽ ആദ്യത്തെ 4 നിർമ്മിതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി 2 ആഴ്ചയ്ക്ക് മുമ്പ് നിർവഹിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് ഇൻഡോർ സ്റ്റേഡിയം, കുന്നംകുളം സ്റ്റേഡിയം, കണ്ണൂർ ജില്ല പ്ലാത്തറയിൽ ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര സ്റ്റേഡിയം എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. ഈ കളിക്കളങ്ങളിലൂടെ ലോക നിലവാരമുള്ള താരങ്ങളെ സൃഷ്ടിക്കുകയും മുഴുവൻ ജനങ്ങളെയും കളിക്കളത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അതിലൂടെ ഉദാത്തമായൊരു കായിക സംസ്കാരം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. കേരളത്തിലെ കായിക സ്ഥാപനങ്ങൾക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി തിരുവനന്തപുരത്ത് കായിക ഭവൻ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിക്കാൻ കേരളത്തിൻ്റെ കായിക രംഗം സമർത്ഥമായ പ്രവർത്തനങ്ങളിൽ കടന്നു കയറിയിരിക്കുകയാണ്. കേരള കായിക ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ സ്പോർട്സ് കൗൺസിലുകൾ പുനഃസംഘടിപ്പിച്ചത് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. ഇതിനായി 2000 സ്പോർട്സ് ആക്ട് ഭേദഗതി ചെയ്തു. സ്പോർട്സ് അസോസിയേഷനുകളിലും സ്പോർട്സ് കൗൺസിലുകളിലും ഭാരവാഹികൾക്ക് പ്രായപരിധിയും കാലാവധിയും നിശ്ചയിച്ചു. സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്ത് കൂടുതലായി കായിക താരങ്ങളെ നിയമിച്ചു. കേരള സ്പോർട്സ് ആക്ട് പ്രകാരം സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ ജനാധിപത്യ രീതിയിൽ പുനഃസംഘടിപ്പിച്ചു. അതുപോലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കാനും നടപടി പുരോഗമിക്കുന്നു. നിയമസഭ പാസാക്കിയ ആക്ട് മുഖേന സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് നല്ല സാധ്യതയുള്ള കായിക ഇനങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ വിദഗ്ധ പരിശീലനം നൽകാൻ വിവിധ പദ്ധതികളും ഒപ്പം കായിക അക്കാദമികളും കേരളത്തിൽ നടപ്പിലാക്കി. സൗജന്യ പരിശീലനം നൽകാൻ ആവിഷ്കരിച്ച കായിക പദ്ധതികൾ വൻ വിജയമായിരുന്നു. ഫുട്ബോളിനായി കിക്ക് ഓഫ്, നീന്തലിന് സ്പ്ലാഷ്, ബാസ്കറ്റ്ബോളിന് ഹൂപ്സ്, അത്ലറ്റിക്സിന് സ്പ്രിൻറ്റ് എന്നീ പരിശീലനങ്ങൾ കുട്ടികൾക്കായി നടപ്പാക്കുകയാണ്. ശാരീരികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതി ഉടൻ നടപ്പിലാക്കും. 25 വിദ്യാലയങ്ങളെ ഇതിനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് GV രാജ, കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ എന്നീ സ്പോർട്സ് സ്കൂളുകൾ കായിക വകുപ്പ് ഏറ്റെടുത്തു. സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു ഇത്. GV രാജയും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 2 ഇടത്തുമായി 16 കോടിയിലധികം രൂപയുടെ നവീകരണ പ്രവർത്തികളാണ് പൂർത്തിയാക്കിയത്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന GV രാജയിലും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലും 6-7 ക്ലാസ്സുകളിൽ പ്രവേശനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 8ാം തരം മുതലായിരുന്നു പ്രവേശനം. കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകളിലായി പുതിയ സ്പോർട്സ് ഡിവിഷനുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ലോക നിലവാരമുള്ള കളിക്കാരെ സൃഷ്ടിക്കാൻ കായിക അക്കാദമികൾ സ്ഥാപിച്ചു വരികയാണ്. തിരുവനന്തപുരത്ത് ടെന്നീസ് അക്കാദമി, ഷൂട്ടിംഗ് അക്കാദമി ആരംഭിച്ചു കഴിഞ്ഞു. അത്ലറ്റിക്സ് അക്കാദമി കണ്ണൂരിൽ ഉടൻ തുടങ്ങും.
വിവിധ ജില്ലകളിലായി 8 ഫിറ്റ്നസ് സെൻറ്റർ ആദ്യഘട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി 9 സെൻറ്ററുകൾ കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരും തൃശ്ശൂരും സ്പോർട്സ് മെഡിസിൻ സെൻറ്ററുകൾ ആരംഭിക്കും. കായിക താരങ്ങളുടെ ക്ഷേമം നടപ്പാക്കുന്നതിലും ഈ ഗവൺമെൻറ് ബഹുദൂരം മുന്നിലാണ്. സ്പോർട്സ് കോട്ട നിയമനത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചു. 4.5 വർഷത്തിനിടെ 440 കായിക താരങ്ങൾക്കാണ് നിയമനം നൽകിയത്. സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് 195 പേർക്ക് നിയമന ഉത്തരവ് കൈമാറിക്കഴിഞ്ഞു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം പേർക്ക് ഒന്നിച്ച് നിയമനം നൽകുന്നത്. മുൻ സർക്കാർ 5 വർഷത്തിനിടെ 110 കായിക താരങ്ങൾക്ക് മാത്രമാണ് നിയമനം നൽകിയത്. സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ 11 പേർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നൽകി. AG's ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ താരം CK വിനീത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നൽകി. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള ടീമിൽ അംഗം രതീഷ് CKക്ക് കിംഫ്രയിൽ ജോലി നൽകി. കബഡി താരം PK രാജിമോൾ, സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത PK ഷൈബൺ എന്നിവർക്കും ജോലി നൽകി. കളിക്കളത്തിൽ വിട പറഞ്ഞ ജീവിതമാർഗമില്ലാതെ വലഞ്ഞവർക്കും സംരക്ഷണം നൽകാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ വഴിയോര കച്ചവടം നടത്തിയിരുന്ന VD ശകുന്തള എന്ന മുൻ സംസ്ഥാന ഹോക്കി താരത്തിന് കായിക വകുപ്പ് ഡയറക്ടറേറ്റിന് കീഴിൽ സ്ഥിരം നിയമനം നൽകി. മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ അന്താരാഷ്ട്ര തലത്തിൽ മെഡലുകൾ നേടിയ പയ്യന്നൂർ സ്വദേശിനി സരോജിനിക്ക് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ വാർഡൻ കം ഇൻസ്ട്രക്ടർ നിയമനം നൽകി. കേരളത്തിൻ്റെ ഏക ഒളിമ്പിക്സ് മെഡൽ ജേതാവായിരുന്ന മാനുവൽ ഫെഡറിക്സിന് 42 ലക്ഷം രൂപ ചിലവിൽ വീട് നിർമ്മിച്ചു നൽകി. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗം കാസർഗോഡ് സ്വദേശി KP രാഹുലിന് 15 ലക്ഷം രൂപ മുടക്കി വീട് നിർമ്മിച്ചു. കാസർഗോഡ് തന്നെയുള്ള ദേശീയ ജൂനിയർ ഫുട്ബോൾ താരം ആർഷിക്ക് വീട് നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു. കാസർഗോഡ് സ്വദേശി വോളിബോൾ താരം നജീമുദ്ദീന് ചികിത്സാ സഹായമായി 3 ലക്ഷം രൂപ അനുവദിച്ചു. ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖം ബാധിച്ച കൗമാര കായിക താരം അതുല്യക്ക് 3 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകി. ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായ ചിത്തരേഷ് നടേശന് 5 ലക്ഷം രൂപ അനുവദിച്ചു. ദേശീയ മീറ്റുകളിൽ പങ്കെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ യാത്രാ സൗകര്യം മുൻകാലങ്ങളിൽ വളരെ പ്രയാസകരമായിരുന്നു, പ്രശ്നമായിരുന്നു. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഈ കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആസാമിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ നമ്മുടെ 200ഓളം താരങ്ങളെ വിമാനമാർഗമാണ് കേരള സർക്കാർ അയച്ചത്. കായിക പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി പുതുമയുള്ള ചില പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ശ്രദ്ധേയമാണ്. 2018 തിരുവനന്തപുരത്ത് അന്തർദേശീയ സ്പോർട്സ് എക്സ്പോ സംഘടിപ്പിച്ചു. 2019 തിരുവനന്തപുരത്തും കണ്ണൂരിലും സംഘടിപ്പിച്ചു. ആദ്യമായി സംഘടിപ്പിച്ച കേരള മാരത്തോൺ ബീച്ച് ഗെയിംസും ശ്രദ്ധേയമായി. യുവജനക്ഷേമം ജനങ്ങളുടെ ശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുകയും അവരെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്യുന്നതിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത മാറ്റമാണ് കഴിഞ്ഞ 4.5 വർഷത്തിൽ യാഥാർത്ഥ്യമായത്. യുവജനങ്ങളാണ് നാടിൻ്റെ കരുത്തും ശക്തിയും. അതൊരു വലിയ സമ്പത്താണ്. ഈ തിരിച്ചറിവുകളിലൂടെയാണ് ഈ രംഗത്ത് ഗവൺമെൻറ് ഇടപെട്ടത്. യുവജന കമ്മീഷനെയും യുവജനക്ഷേമ ബോർഡിനെയും വളരെ സജീവമാക്കി. 2018 പ്രളയവും 19 കാലവർഷക്കെടുതിയും ഉണ്ടായപ്പോൾ അഭിമുഖീകരിക്കുന്ന കോവിഡ് പ്രതിസന്ധിയും നേരിടുന്നതിൽ യുവജനങ്ങൾ നാടിൻ്റെ കരുത്തായി. കൃത്യമായി ദിശാബോധം നൽകി യുവജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ യുവജന കമ്മീഷനും യുവജനക്ഷേമ ബോർഡിനും സാധിച്ചു. യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച കേരള വോളണ്ടിയർ യൂത്ത് ആക്ഷൻ ഫോഴ്സ് സന്നദ്ധ സേവന രംഗത്ത് വലിയൊരു ചുവടുവെപ്പാണ്. പ്രകൃതി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധത്തിലും സേനയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. യൂത്ത് ആക്ഷൻ ഫോഴ്സിൻ്റെ പ്രവർത്തനം പഞ്ചായത്ത് തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ചെറുഗ്രാമങ്ങൾ, പട്ടികജാതി പട്ടികവർഗ കോളനികൾ, തീരദേശ മേഖലകൾ എന്നിവ കേന്ദ്രമാക്കി യുവജനക്ഷേമ ബോർഡ് യുവാ ക്ലബ്ബുകൾ രൂപീകരിച്ചു. യുവാ ക്ലബ്ബുകൾക്ക് കീഴിൽ ബാലവേദികൾ രൂപീകരിക്കുകയും കുട്ടികളുടെ വ്യക്തിത്വ വികസനവും പുരോഗതിയും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഭക്ഷ്യസുരക്ഷയ്ക്കായി യുവജനക്ഷേമ ബോർഡ് യുവത്വം കൃഷിയിലേക്ക് എന്ന പദ്ധതി തുടങ്ങി. ആരോഗ്യ സംരക്ഷണത്തിനും
പരിസ്ഥിതി സംരക്ഷണത്തിനുമായി രൂപീകരിച്ച സൈക്കിൾ ബ്രിഗേഡ് പദ്ധതിയിലൂടെ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. കേരളോത്സവം, ദേശീയ നാടൻ കലാമേള, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, യുവമാധ്യമ ക്യാമ്പ്, യുവസാഹിത്യ ക്യാമ്പ്, വനിതാ കളരിപ്പയറ്റ് പരിശീലനം, പരീക്ഷാ പരിശീലന പദ്ധതി തുടങ്ങിയവ ബോർഡ് സംഘടിപ്പിച്ചു. നവീനാശയങ്ങളുള്ള യുവാക്കൾക്ക് അവരുടെ സംരംഭക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കീ സമ്മിറ്റ് എന്ന പേരിൽ സംരംഭകത്വ വികസന ശില്പശാല സംഘടിപ്പിച്ചത്. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ആശ്വാസമാകാൻ യുവജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റും അകപ്പെടുന്ന യുവജനങ്ങളെ മോചിപ്പിക്കാൻ, അവർക്ക് അവബോധം സൃഷ്ടിക്കാൻ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വിഷാദ രോഗം, ഏകാന്തത, ആത്മഹത്യാ പ്രവണത തുടങ്ങിയവയിൽ നിന്ന് മോചനം സാധ്യമാക്കാൻ കോളേജുകളും കോളനികളും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബോധവൽക്കരണം നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനായി തൊഴിൽ പരിശീലനം നൽകിയതും മാതൃകാപരമാണ്. യുവജനങ്ങൾക്ക് സൗജന്യ നിയമസഹായം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പറിലൂടെ നിയമസഹായം നൽകുന്ന പദ്ധതിയും ആരംഭിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നല്ല ഇടപെടൽ നടന്നു. യുവജന കമ്മീഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി അദാലത്ത് സംഘടിപ്പിച്ചു. യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി മാരിവില്ല് എന്ന പദ്ധതിക്ക് രൂപം നൽകി. കോവിഡ് പ്രതിരോധത്തിലും കമ്മീഷൻ്റെയും ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾ വലിയ ആശ്വാസമായി. ആവശ്യ സാധനങ്ങളും മരുന്നുകളും എത്തിച്ചു കൊടുക്കാൻ സേവന മനോഭാവത്തോടുകൂടി, അർപ്പിത മനോഭാവത്തോടുകൂടി യൂത്ത് കമ്മീഷനിലെയും യുവജനക്ഷേമ ബോർഡിലെയും സന്നദ്ധ സേനാംഗങ്ങൾ പ്രവർത്തിച്ചു. ആക്ഷൻ ഫോഴ്സും സജീവമായി പ്രവർത്തിച്ചു. ഓൺലൈൻ പഠനം സൗകര്യപ്രാപ്തിയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്നതിലും ശ്രദ്ധേയമായിരുന്നു പ്രവർത്തനം. ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ ബോർഡും കമ്മീഷനും മുൻകൈയെടുത്ത് തരിശുഭൂമിയിൽ കൃഷി തുടങ്ങി. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലേക്ക് അവർക്ക് ആശ്വാസം നൽകാനും അവരെ മുന്നോട്ട് നയിക്കാനും യുവജനക്ഷേമ കമ്മീഷനും യുവജനക്ഷേമ ബോർഡും ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും അതിനപ്പുറമുള്ള കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. പൂർണ്ണ സംതൃപ്തിയിലാണ് കഴിഞ്ഞ ഈ ഗവൺമെൻറ്. കഴിഞ്ഞ 4.5 വർഷക്കാലം ജനക്ഷേമകരമായി പ്രവർത്തിച്ചു. ഈ കേരളത്തെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. നാം എല്ലാം ഓർക്കുന്നത് നല്ലതായിരിക്കും. കേരളം എന്നും മുരടിച്ചു തിരുന്നാൽ പോരാ. കേരളം വളരണം, വികസിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ജനതയുടെ ക്ഷേമമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ കേരളം ഇവിടെ സൃഷ്ടിക്കുകയാണ്. അതിൽ ജനവിശ്വാസം കരുത്താക്കി LDF മുന്നേറുകയാണ്. വീണ്ടും LDF അധികാരത്തിലേക്ക്. വീണ്ടും ഒരു തുടർഭരണം കേരളത്തിലുണ്ടാകും. കേരളം ഇന്ന് വ്യവസായ നിബിഡമാണ്. 10,000 ജോലി ചെയ്യുന്നു. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാ ജനവിഭാഗങ്ങളും അതീവ സന്തുഷ്ടരാണ്. അവർ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിനെ കാണുന്നത്. ഈ ഗവൺമെൻറ്റാണ് അവരെ കരുത്തും ശക്തിയും ഭാവിയും. അത് ഉറപ്പുവരുത്താം എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.